عن أبي هريرة رضي الله عنه قال മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാ ഖാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു യാ നിസാഅൽ മുസ്ലിമാത്ത് അല്ലയോ മുസ്ലിം സ്ത്രീകളെ ലാ തഹ്കിറന്ന ജാറഹു ലാ തഹ്കിറന്ന ജാറത്തുൽ ലിജാറതിഹാ ഒരു അയൽവാസിനിയും തന്റെ അയൽവാസിനിയെയും നിസാരമായി കാണരുതേ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ വലോ ഫിർസിന ഷാത്തിന് ഒരു ആടിന്റെ കാലെങ്കിലും നിങ്ങൾ സമ്മാനമായി നിങ്ങളുടെ അയൽവാസികൾക്ക് നിങ്ങൾ നൽകണേ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാ. ഹദിയകൾ എന്ന് പറയുന്നത് ബന്ധങ്ങൾ എപ്പോഴും നിലനിൽക്കാൻ കാരണമാകും. അതുകൊണ്ടാണ് പറഞ്ഞത് യാ നിസാഅൽ മുസ്ലിമാത്ത് അല്ലയോ മുസ്ലിം സ്ത്രീകളെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ അയൽവാസികൾക്ക് കുറഞ്ഞത് ഒരു ആടിന്റെ കാലെങ്കിലും നിങ്ങൾ സമ്മാനമായി ഹദിയ നൽകണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. ഇവിടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച വലിയൊരു സൈക്കോളജി നാം മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവർ, ഇവിടെ നാം മനസ്സിലാക്കണം, ഒരു മനുഷ്യനുമായി നമുക്ക് സൗഹൃദം പങ്കിടാനും അതുപോലെ ആ സ്നേഹബന്ധം അങ്ങ് നിലനിർത്തുവാനും നിങ്ങൾ ഹദിയകള്, അതായത് ഇടയ്ക്കിടയ്ക്ക് ചില സമ്മാനങ്ങൾ നിങ്ങൾ അവർക്ക് നൽകിയാൽ, പരസ്പരം നൽകിയാൽ ആ ബന്ധം എപ്പോഴും നിലനിൽക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ചിലപ്പോ ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര മിണ്ടിയിട്ടുണ്ടെങ്കിലും മാനസികമായിട്ടുള്ള ഒരു അടുപ്പമുണ്ടാവുകയില്ല, അല്ലേ? ചില ആളുകളൊക്കെ വിചാരിക്കുന്നത് മിണ്ടിയപ്പോ ഒന്ന് മിണ്ടിയപ്പോ പിന്നെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കുമെന്നൊക്കെ ഓർത്തായിരിക്കാം ഒരുപക്ഷെ അവർ നിങ്ങളോട് മിണ്ടുന്നത്. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കണം, ഒരു സ്നേഹബന്ധം നിലനിർത്തണമെങ്കിൽ, ഒരു സൗഹൃദം നമ്മൾ നിലനിർത്തണമെങ്കിൽ എപ്പോഴും അവിടെ ഒരു ഹദിയ നിങ്ങളൊന്ന് കൊടുത്തു നോക്കിക്കേ. ആ ഹദിയ കൊടുക്കുമ്പോൾ ആ സ്നേഹബന്ധം എന്നും മരണം വരെയും നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഹദിയകൾ കൊടുക്കാനായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നമ്മൾ ഒരുപക്ഷെ സംസാരം കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു അടുപ്പം എന്ന് പറയുന്നത് അത് എന്നെന്നും കാലാകാലം നിലനിൽക്കണമെന്നില്ല, അല്ലേ? ചില ആളുകളൊക്കെ സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ ആളിയാ ഓടിക്കോതെ ഇന്ന ആള് വരുന്നുണ്ടെന്ന് പറയും, അല്ലേ? അങ്ങനെ ചില ആളുകളൊക്കെ നമ്മുടെ ഇടയിലുണ്ടല്ലോ. അപ്പൊ അങ്ങനെ അതല്ല ശരിക്കും. നമ്മൾ ഒരു മനുഷ്യനുമായിട്ട് ഹൃദയംഗമായി അടുക്കുമ്പോഴാണ് യഥാർത്ഥ സ്നേഹം അവിടെ നിറകളിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ യഥാർത്ഥ സ്നേഹം വരണമെങ്കിൽ അത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലാണെങ്കിൽ ഭാര്യ ഭർത്താവിന്, ഭർത്താവ് ഭാര്യയ്ക്ക്, കുടുംബക്കാർക്ക്, അതുപോലെ തന്നെ നാം കുടുംബക്കാർക്കും കുടുംബ ബന്ധം ചേർക്കുവാനും അയൽവക്ക ബന്ധം നിലനിർത്തുവാനും പരസ്പരം സൗഹൃദങ്ങൾ നിലനിർത്തുവാനും നിങ്ങൾ ഹദിയകൾ കൊടുത്തു നോക്കിക്കേ. ആ സ്നേഹബന്ധം നല്ല രീതിയിൽ നിലനിൽക്കുന്നതാണ്. ഇത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു സൈക്കോളജിയാണ്. അതുകൊണ്ടാണ് ഭാര്യ ഭർത്താവിന് ഇടയ്ക്കൊക്കെ ഒരു ഹദിയകൾ, സമ്മാനങ്ങൾ നൽകണമെന്ന് അള്ളാഹിന്റെ റസൂല് പറഞ്ഞു. അതുപോലെ ഭർത്താക്കന്മാര് ഭാര്യയ്ക്കും ഇടയ്ക്ക് ചില സമ്മാനങ്ങൾ, ഹദിയകൾ നൽകണമെന്ന് പറഞ്ഞു. ആ ബന്ധം നിലനിൽക്കാൻ അത് കാരണമാകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട്
നാം എന്ത് ചെയ്യണം? നമ്മുടെ അയൽവക്ക ബന്ധം അത് നിലനിൽക്കണമെങ്കിൽ നാം ഹദിയകൾ നൽകണം. ആ ഹദിയകൾ കൊടുക്കുമ്പോൾ അവർ എപ്പോഴും നമ്മെക്കുറിച്ച് ഓർക്കുകയും നമ്മളോടൊരു സ്നേഹവും അടുപ്പവും ഒക്കെ ഉണ്ടാകും. അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അയൽവക്ക ബന്ധത്തെ നാം നിലനിർത്തേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്, ജീവിത സൗഭാഗ്യത്തിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് സാലിഹായ ഒരു അയൽവാസിയെ നമുക്ക് ലഭിക്കുക എന്ന് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു. അതുകൊണ്ട് ആ ബന്ധം എന്നും നാം നിലനിർത്തണം. അതിന് ഇതുപോലുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു തന്ന ഇതുപോലുള്ള കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ജീവിത യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് സാലിഹായ അയൽവാസികൾ എന്ന് പറയുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.